ഹോർഹെ മരിയോ ബെർഗോളിയോ പത്രോസിന്റെ സിംഹാസനത്തിലേക്ക് ആരോഹിതനാകുമ്പോൾ അഗതികളുടെയും അന്നമില്ലാത്തവരുടെയും വെളിച്ചമായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പേര് സ്വീകരിച്ചത് യാദൃച്ഛികതയായിരുന്നില്ല. ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കാലത്ത് പെസഹ വ്യാഴാഴ്ചകളിൽ കാൽക്കഴുകൽ ശുശ്രൂഷയ്ക്കായി ചേരികളും അഗതി മന്ദിരങ്ങളും തേടിപ്പോയിരുന്ന അതിസാധാരണക്കാരനായ ദൈവവേലക്കാരന് മഹോന്നത സിംഹാസനത്തിലും ആ ലാളിത്യം സ്വാഭാവികമാണ്. വത്തിക്കാനിലെ പാപ്പൽ കൊട്ടാരത്തിൻ്റെ സൗഖ്യത്തിൽ നിന്ന് ഒഴിഞ്ഞ് കർദിനാൾമാർക്കായി അതിഥി മന്ദിരത്തിൽ താമസമാക്കിയതിലും കാണാം ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന സാധാരണക്കാരനായ അസാധാരണ മാർപ്പാപ്പയെ. രണ്ടായിരത്തി 2013 ബെനഡിക്റ്റ് 16 സ്ഥാനത്യാഗം ചെയ്തപ്പോൾ സഭയുടെ ചുമതല ഏറ്റെടുക്കേണ്ടി വന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മുന്നോട്ടുള്ള വഴി ഒട്ടും എളുപ്പമായിരുന്നില്ല. ലൈംഗിക ആരോപണങ്ങളടക്കം സഭാ നേതൃത്വത്തിനും വൈദികർക്കുമെതിരെ ഉയർന്ന പരീക്ഷണങ്ങളുടെ കല്ലും മുള്ളും കടന്ന് സഭയിൽ നിന്ന് അകലുന്ന വിശ്വാസികളെ ക്രൈസ്തവ ധാർമ്മികതയിലേക്ക് അടുപ്പിക്കുക എന്ന വലിയ കടമ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പ സ്നേഹത്തിൻ്റെ പാദരക്ഷകളുമായി ബുദ്ധിമുട്ടുള്ള ആ വഴിയിലേക്ക് സധൈര്യം ഇറങ്ങിച്ചെന്നു. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള, ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നുള്ള, ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ. 1272 വർഷങ്ങൾക്ക് ശേഷം യൂറോപ്പിന് പുറത്തുനിന്നെത്തിയ ഒരു മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിനും പ്രിയപ്പെട്ടവനാണ്. ചാവറ കുര്യാക്കോസ് ഏലിയാസിനെ, എവുപ്രാസിയമ്മയെ, ദേവസഹായം പിള്ളയെ വിശുദ്ധരാക്കിയ, റാണി മരിയ വട്ടാലിലിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച വലിയ ഇടയൻ. എന്നാൽ പോപ്പ് ഫ്രാൻസിസിനെ ലോകമോർക്കുക ഇതിലൊന്നുമായിരിക്കില്ല. പ്രമാണപരമായ കാർക്കശ്യവും യാഥാസ്ഥിതിക നിലപാടുകളും സൂക്ഷിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത മാറ്റം കത്തോലിക്ക സഭയിലുണ്ടായി. പാപ്പൽ ഭരണവകുപ്പുകളിൽ സ്ത്രീകൾക്ക് സ്ഥിരം നിയമനം, ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങളോട് മാനുഷികമായ സമീപനം, സ്വവർഗാനുരാഗം കുറ്റകരമല്ലാതാക്കണമെന്ന് വാദിച്ചു. സ്വവർഗാനുരാഗികൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും അനുഗ്രഹം നൽകാമെന്ന് വൈദികർക്ക് ചാക്രിക ലേഖനത്തിലൂടെ നിർദ്ദേശം നൽകി. 19-ാം നൂറ്റാണ്ട് അവസാനിക്കും വരെ കാനഡയിലെ ആദിവാസികൾക്കെതിരെ നടന്ന സാംസ്കാരിക വംശഹത്യയിൽ സഭയ്ക്കും പങ്കുണ്ടെന്ന് ഏറ്റുപറച്ചിൽ. അതിന് കനേഡിയൻ അബോറിജിനൽ ജനതയോട് പരസ്യമായി മാപ്പ് ചോദിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള ഇടപെടൽ, വധശിക്ഷ പാപമാണെന്ന പ്രഖ്യാപനം, വധശിക്ഷ നിർത്തലാക്കണമെന്ന ആഹ്വാനം. ലോകരാഷ്ട്രീയത്തിലും നിർണായക ഇടപെടലായി ഫ്രാൻസിസ് മാർപ്പാപ്പ വലതുപക്ഷ രാഷ്ട്രീയ സമ്മർദ്ദ രീതികളെ എതിർത്തു. അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള കാലങ്ങൾ നീണ്ട ശത്രുത അവസാനിപ്പിക്കാൻ ഇടനിലനിന്നു. ക്രിസ്മസ് രാത്രി തകർന്ന വീടുകളിൽ ഉറങ്ങുന്ന ഗാസയിലെ പലസ്തീനി കുട്ടികളെക്കുറിച്ച് ലോകത്തെ ഓർമ്മിപ്പിച്ചു. ക്രിസ്തുമതമെന്നാൽ സ്നേഹമെന്ന് തിരിച്ചറിഞ്ഞ വഴികാട്ടിയാണ് മനുഷ്യകുലത്തെ ആകെ തനിച്ചാക്കി മടങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.